ഹായ് ഫ്രണ്ട്സ് ടൂറായിട്ട് പോവാം. ജിമ്മിനൊക്കെ ഷോക്കായിരുന്നു. ഇവളെന്നെ പറ്റിച്ചോ എടീ, ഞാൻ എൻ്റെ വീട്ടിലായിരുന്നു ജിമ്മിന് ഓടി വരായിരുന്നു. ഇത് കാണിച്ചാൽ ജെ ഹോപ്പിൻ്റെ ലൊക്ക് അടിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങൾക്ക് കളിയാക്കായിരുന്നു. എന്തെടാ പറ്റിയേ കേൾക്കായിരുന്നു. എനിക്ക് ജെ ഹോപ്പ് അയ്യോ ഇവളെപ്പോൾ നോക്കും എന്നെ തല്ലുവാണല്ലോ. ജെ ഹോപ്പ് മനസ്സിൽ കയറി അവിടെ ഫസ്റ്റ് വീട്ടിൽ തല്ല്, ഇപ്പോൾ തല്ല് ഇതൊക്കെ അറിയാമായിരുന്നു. ജിന്നിൻ്റെ അടുത്ത് ചെന്നിട്ട് അറിയാമായിരുന്നു. ജിന്ന് സമാധാനമാക്കായിരുന്നു. ജിമ്മിൻ പറയായിരുന്നു. അങ്ങനെ ഓടിപ്പോയത് ജിമ്മിനിക്ക് കോൾ വന്നായിരുന്നു. എടാ ആറും വിളിക്കാനാ സാർ എന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് ഷൂട്ടിംഗ് ഉണ്ടായി. ശരി എങ്ങനെ ഇനി ഇവിടെ നിൽക്കൂ എന്ന് പറയുന്നു. അങ്ങനെ മാരേജ് കഴിഞ്ഞായിരുന്നു. ഹീറോയി നമ്മൾ ഇവിടെ നിൽക്കണ്ടടി, എടി ട്രിപ്പ് എൻജോയ് ചെയ്യാനല്ലേ പറഞ്ഞത്. ചേട്ടാ ട്രിപ്പ് വേണ്ട എന്നും വേണ്ട, ബാ നമുക്ക് പോവാം. ശരി ഇങ്ങനെ ടെൻഷൻ ആക്കണ്ട ചേട്ടാ, ടിക്കറ്റ് ബുക്ക് ചെയ്ത് മാട്ടിപ്പോൾ കുറച്ച് ക്യാൻസൽ ചെയ്യാൻ വെച്ച് പോയായിരുന്നു. ക്യാൻസൽ വേണ്ട എന്ത് വേണ്ട, ടിക്കറ്റ് എന്ന് പറഞ്ഞ ഹീറോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നൈറ്റ് തന്നെ ബുക്ക് ചെയ്തിരുന്ന ഹീറോ രാവിലെ ആകുമ്പോൾ ഓടിപ്പോയിരുന്നു. ജിമ്മിൻ ശരി കാണാമെന്ന് വിചാരിച്ചായിരുന്നു. ഷൂട്ടിംഗ് എല്ലാം ഇതെല്ലാം കഴിഞ്ഞ ശേഷം ജിമ്മിൻ തേടായിരുന്നു. ജിമ്മിനൊക്കെ കിട്ടില്ലായിരുന്നു. ജിമ്മിനൊക്കെ ടെൻഷനായിരുന്നു. എവിടൊക്കെ പോയി ഇവള് എന്ന് പറഞ്ഞ് ജിമ്മിൻ തലക്ക് കയ്യേക്കായിരുന്നു. ജിമ്മിന് ഒരാളെ കണ്ടായിരുന്നു. ജിമ്മിനിക്ക് ഒരു ചെയ്തായിരുന്നു. ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ജിമ്മിന് ഓർക്കായിരുന്നു. ഓക്കെ എന്നാൽ ജിമ്മിൻ ഫോളോ ചെയ്ത് പോയതായിരുന്നു. അത് ഹീറോയിൻ്റെ ചേട്ടൻ പറഞ്ഞ ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയിൻ്റെ ചേട്ടൻ ട്രെയിനിൽ വന്നിട്ടുണ്ട് വരച്ചു. ഹീറോയിൻ്റെ ചേട്ടൻ മാത്രം പോയിട്ടുമില്ല. അത് ഹീറോയ്ക്ക് കൊണ്ട് അറിയില്ലായിരുന്നു. ഹീറോയി ചേട്ടൻ പറഞ്ഞു സോറി മാ എനിക്ക് വരാൻ പറ്റില്ല പറഞ്ഞാവല്ല. ഹീറോയിൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു എനിക്ക് വരാൻ പറ്റില്ല, നീ വന്ന് ഡ്രോപ്പ് ചെയ്യുമോ, ഞാൻ വരില്ല എന്ന് ഹീറോയിനോട് പറഞ്ഞു. ഹീറോയിൻ നല്ല ഉറങ്ങി, ട്രെയിനിൽ നല്ല ഉറക്കമായിരുന്നു. ഹീറോയിൻ്റെ വലിയ ചേട്ടൻ പറഞ്ഞ ദിയാൻ്റെ ചേട്ടൻ ട്രെയിനിലുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടൻ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഹീറോയിൻ്റെ ചേട്ടൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. തന്നെ ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതെല്ലാം ജിമ്മിന് കണ്ടായിരുന്നു. ശരി ഇവനെടുക്കാൻ പോകുന്നത് അവിടെ ടിക്കറ്റ് തന്നു. ഇവിടേക്ക് പോകുന്ന ടിക്കറ്റ്, എനിക്ക് ടിക്കറ്റ് വേണമെന്ന് പറഞ്ഞു. ശരി സാർ എനിക്ക് ഈ പ്ലേസിലുള്ള ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജിമ്മിൻ ഫോളോ ചെയ്തിരുന്നു. ജേഹോപ്പ് ജിമ്മിനോട് പറയാം. ജേഹോപ്പും പറഞ്ഞായിരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞായിരുന്നു. രണ്ടുപേർക്കും മനസ്സിലായിരുന്നു. അങ്ങനെയായിട്ട് ജേഹോപ്പും ടിക്കറ്റ് ബുക്ക് ചെയ്തു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ജിമ്മിന് പോയി. അവർ പറഞ്ഞു ബാക്കി മിസ്സോട് പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ പിന്നെ വരാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ആയിട്ട് ഹീറോയിൻ്റെ ചേട്ടനെ ഫോളോ ചെയ്ത് ഹീറോയിൻ്റെ വീട് കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെ ഹോട്ടലുണ്ടായിരുന്നു. അവർ ബുക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ഒരു കാര്യം ബുക്ക് ചെയ്ത് അടുത്ത ഹോട്ടലിനാണ് അങ്ങനെ ബുക്ക് ചെയ്ത്. അങ്ങനെ ഹീറോയിൻ്റെ ചേട്ടനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടി ഫോൺ നമ്പർ അവിടെ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോൺ നമ്പർ പിടിച്ച് ശരി ഓക്കെ എന്ന് പറഞ്ഞ ഒരുമാതിരി ലുക്കോട്ട് സ്ട്രക്ചർ ഞാൻ കണ്ടിട്ട് വീട്ടിൽ വരുന്നത്. ഇങ്ങനെ ഫോളോ ചെയ്ത് ഹീറോയിൻ്റെ ചേട്ടനെ കുറിച്ച് എല്ലാം അറിഞ്ഞു. ശരി ഓക്കെ ഫോളോ ചെയ്ത് വന്നായിരുന്നു. ഹീറോയ്ക്ക് നല്ല വർക്കായിരുന്നു, ദിയാക്കും നല്ല വർക്കായിരുന്നു. അങ്ങനെ അവർക്കും അറിയില്ല ഹീറോയുടെ ഗ്രാൻഡ് പാ വഴക്ക് പറയായിരുന്നു. ഇവൾക്ക് രണ്ടുപേരും എന്ത് ചെയ്യാം. എന്നെ വെളിയിൽ വന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് കാർ വന്നായിരുന്നു. ഹീറോയും ദിയ നല്ല ഉറക്കായിരുന്നു. ബേബി വെളിയിലിരുന്ന് കളിക്കായിരുന്നു. അങ്ങനെ കാർ വന്നിരുന്നു. ഗ്രാൻഡ് പാ ആരാത് വരുന്നു. ഹീറോയുടെ അച്ഛൻ നോക്കുമ്പോൾ അങ്ങനെ രണ്ട് ബോയ്സ് അകത്ത് വരുന്നതുകൊണ്ട് മാസ്ക് കൂറിയായിരുന്നു. ഹീറോയുടെ ഡാഡി എന്ന 2 പേഴ്സ് പോയി അവരുടെ ഡാഡിയും കൂടി കെട്ടിപ്പിടിച്ചു. ഇത് കണ്ട രണ്ടുപേരെ അച്ഛനമ്മ ഷോക്കായിരുന്നു. ഡാഡിയാ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് പേര് ഒരു ബേബീസിനെ നോക്കാൻ തുടങ്ങി. ബേബീസ് അടുത്ത് വിളിച്ചായിരുന്നു. അങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഓ അപ്പോഴാണ് നിങ്ങളാണോ കുട്ടീൻ്റെ ഡാഡി. അതെ എന്നെ അവർ പിടിച്ച് വെച്ച് കേൾക്കായിരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റി, എന്തിനാ ചെയ്തത്, അപ്പോൾ ഡ്രിങ്ക് ചെയ്തായിരുന്നു. ഗ്രാൻഡ് വെളിയിൽ വെച്ച് കേട്ടായിരുന്നു. അതെ ആ സെഡ് കൊണ്ടുപോയി അവിടെ സംസാരിക്കായിരുന്നു. ജിമ്മിന് പറയായിരുന്നു എനിക്ക് അവളെ കാണുമ്പോൾ. ജിമ്മിൻ പറഞ്ഞായിരുന്നു ഓക്കെപ്പാ. അങ്ങനെ ജിമ്മിൻ്റെ ഗ്രാൻഡ് പാ പറയായിരുന്നു. ജേഹോപ്പിൻ്റെ സ്റ്റോറി പറഞ്ഞു. ജേഹോപ്പൊക്കെ മനസ്സിലായി. ഇല്ല എനിക്ക് അവളെ കാണുമ്പോൾ മുൻജന്മോ എന്തോ ഇത് ജേഹോപ്പായിരുന്നു. എനിക്ക് ആ ഫീലിങ്സ് വന്നായിരുന്നു. അത് മാത്രമല്ല ഇവിടെ നോവൽ ഞാൻ വായിച്ചായിരുന്നു. ആ നോവൽ വായിക്കുമ്പോൾ എനിക്കെല്ലാം ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഞാൻ അവളെ കൂടെ ഇരുന്നത് എന്ന് ജേഹോപ്പ് പറഞ്ഞായിരുന്നു. ജേഹോപ്പിൻ്റെ കാര്യം ശരി ഓക്കെ അവൾക്ക് എല്ലാം ഓർമ്മ വന്നായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ വൈഫ് ആ റൂമിലുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ജേഹോപ്പ് റൂമിൽ പോയായിരുന്നു. അങ്ങനെ ജിമ്മിൻ്റെ ഫ്ലാഷ് ബാക്ക് പറയായിരുന്നു. അതേ നാട്ടിൽ ജിമ്മിനൊരു പ്രിൻസ് ആയിരുന്നു, കിങ്ങിൻ്റെ മോൾ. അത് മാത്രം ഹീറോ ഇന്ത്യൻ രാജകുമാരിയായിരുന്നു, അത് പ്രിൻസസ്. അങ്ങനെ അവർക്ക് 2 പേർക്ക് ലവ് വന്നായിരുന്നു. അവരെ വീട്ടുകാർ സമ്മതിച്ചില്ലായിരുന്നു. 2 പേർ സൂസൈഡ് ചെയ്തായിരുന്നു. അതുകൊണ്ട് കരീജമ്പത്തിൽ അവർ മീറ്റ് ചെയ്ത് ജിമ്മിനിക്ക് ഫസ്റ്റ് ഹീറോയിനെ കണ്ട പിന്നെ കണ്ടുപിടിച്ചായിരുന്നു. ജിമ്മിന് പറഞ്ഞായിരുന്നു അവൾക്ക് മാത്രം ഓർമ്മയില്ലപ്പാ, കുറച്ച് മാത്രം അവൾക്ക് ഓർമ്മ ഉള്ളൂ. ജിമ്മിന് പറഞ്ഞു എനിക്ക് എല്ലാം ഓർമ്മ ഉണ്ട്, ഞാൻ ഇത്ര നാളായി ഇവളെ തേടിക്കൊണ്ടിരുന്നു. ജിമ്മിന് പറഞ്ഞായിരുന്നു. ഇത് കണ്ട് ഗ്രാൻഡ് പാക്ക് ഷോക്കായിരുന്നു. ഗ്രാൻഡ് പാരയുടെ നേർന്ന കാര്യം പറഞ്ഞു. നിങ്ങളാരും എനിക്കറിയും, മുൻജന്മത്തിൽ കൊട്ടാരത്തിന് അടുത്ത രാജാവിൻ്റെ എൻ്റെ ഹീറോയിൻ്റെ അച്ഛൻ മുൻജന്മത്തിൽ രാജാവായിരുന്നു. അതേമാതിരിയാണ് ജിമ്മിന് പറഞ്ഞത്. എനിക്കെല്ലാം ഓർമ്മ ഉണ്ട്, അതുകൊണ്ടാണ്
ഞാൻ ഇവിടെ തേടിയത് കണ്ടപ്പോൾ ഞാൻ കണ്ടുപിടിച്ചതെന്ന് ജിമ്മിന് പറയായിരുന്നു. അതെ നമുക്ക് നോക്കാം. എന്നെ കുറിച്ചിട്ട് ഹീറോയിരുന്നു. ജിമ്മിനൊക്കെ ടെൻഷനായിരുന്നു. ഇവളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ജിമ്മിന് വെളിയിൽ വരുമ്പോഴാണ് ഹീറോയിനെ കണ്ടത്. ഹീറോയിനോ കണ്ട മതിയാണെന്ന് ജിമ്മിന് വന്ന് നോക്കുമ്പോൾ ജിമ്മിന് ഷോക്കായിരുന്നു. ഇവളെൻ്റെ ശരി ഞാനത് ജിമ്മിന് നോക്കിയായിരുന്നു. അതെ ഹീറോയ്ക്ക് ഒരു മച്ചമുണ്ട്. അങ്ങനെ ഡ്രസ്സ് നോക്കുമ്പോൾ അമ്മ ജിമ്മിനിക്ക് മനസ്സിലായി. കൺഫേം ആയിരുന്നു. ഓക്കെ അതിന് ജിമ്മിന് കൺഫേം ആയിരുന്നു ജിമ്മിനിക്ക്. അത് മാത്രമല്ല ജിമ്മിന് കുറച്ച് ഹെയർ മുൻജമത്തെ ബന്ധം എല്ലാം ഒക്കെ പറയുമ്പോൾ ജിമ്മിനിക്കെല്ലാം ഫേസ്ബുക്ക് ഓർമ്മ. അപ്പോൾ ജിമ്മിനിക്ക് മനസ്സിലായി ഇപ്പോൾ ഇവളാണ് എൻ്റെ മുമ്പ് ജമത്തെ സീക്രട്ട് വൈഫ് എന്ന് ജിമ്മിന് കണ്ടുപിടിച്ചു. അത് അവർക്ക് സീക്രട്ടായി മാരേജും നടന്നായിരുന്നു. ജിമ്മിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ റൂമൊക്കെ ജിമ്മിനെ അയച്ചായിരുന്നു. ജിമ്മിന് ഓക്കെ നിങ്ങൾക്ക് മാരേജ് ചെയ്യാമെന്ന് ജിമ്മിൻ്റെ വീട്ടുകാരെല്ലാം വന്നായിരുന്നു. എന്നാൽ നല്ല ദിവസം ഹീറോയിൻ റൂമിലിറങ്ങുമായിരുന്നു. ജിമ്മിന് വന്ന് ഹീറോയിൻ ആക്ട് ചെയ്തായിരുന്നു. ബേബീസ് എല്ലാം ഹീറോയ്ക്ക് ഒന്നും മനസ്സിലായില്ല. ഹീറോയിൻ അങ്ങനെ ജാഹൂബ് വന്ന് ഹീറോയിനെ ജഹവതിയാലോ ഉണർത്തായിരുന്നു. ആരായിരുന്നു ജഹോ ഷോക്കായിരുന്നു. ബേബി എന്ന് പറഞ്ഞ ഹാക്ക് നീയാണോ വന്നതെന്ന് പറയുന്നത്. ജിമ്മിന് വന്ന് ഹീറോയിനെ ഇടുപ്പ് പിടിച്ചിട്ടില്ലായിരുന്നു. അത് ഈ ഫോട്ടോ കാണുന്നു സാരി എടുത്ത് കിടന്ന് പറഞ്ഞായിരുന്നു. അറകറയിലായിരുന്നത്. ജിമ്മിനാണ് ഹീറോയിനെ ഇപ്പോൾ കഴിച്ച് ഹിക്ലിയാക്കായിരുന്നു. എന്ന് നോക്കണോ ജിമ്മിൻ ഷോക്കായി നീ എന്നിട്ട് വന്നതെന്ന് വഴക്കുണ്ടാക്കിയായിരുന്നു. ജിമ്മിന് പറയാൻ തുടങ്ങി നമുക്ക് മാരേജ് ചെയ്യാൻ പോവാം എന്ന് ജിമ്മിന് പറഞ്ഞായിരുന്നു. ഷോക്കായിരുന്നു. നാളെ നമുക്ക് മാരേജ് എന്ന് പറയുന്നു. എന്ത് മാരേജാ എന്ന് ഹീറോ ഷോക്കായിരുന്നു. അതെ എൻ്റെ ഫാമിലീസ് എല്ലാം വരാൻ പോകുന്നതെന്ന് പറഞ്ഞു. ജിമ്മിന് പറഞ്ഞു. അതായത് ഇങ്ങനെ ഹീറോയിനെല്ലാം ഉറങ്ങായിരുന്നു. പോടാ നീ എന്ന് ചുമ്മാ എന്ന് പറയണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഈ ജിമ്മിൻ ചുമ്മാ ജോക്ക് പറഞ്ഞു. അതെ 4 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഹീറോയ്ക്ക് ജിമ്മിനിക്ക് മാരേജാണ്. അത് പറഞ്ഞു നാളെ മാരേജ് എന്ന് പറയുന്നു. ജിമ്മിൻ നോക്കി മുറക്കായിരുന്നു. അങ്ങനെ ജിമ്മിന് ഫാമിലീസ് വന്നായിരുന്നു. ഹീറോയിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞു. ഗ്രാൻഡ് സമാധാനമാക്കിയായിരുന്നു. അങ്ങനെ 2 പേർക്കും മാരേജ് നടത്തായിരുന്നു. അങ്ങനെ കൊറിയൊക്കെ വന്നായിരുന്നു. കൊറിയൻസേഴ്സും മാരേജ് ആയിരുന്നു. ജിമ്മിന് കൂടെ ഹീറോയിൻ മിണ്ടിയില്ലായിരുന്നു. ജിമ്മിന് സമാധാനമാക്കായിരുന്നു. ജയഹോപ്പ് നടന്ന കാര്യം പറഞ്ഞത് കൊണ്ട് എനിക്കറിയുമെന്ന് അവർ ക്ലോസ് ആയത്. ജിമ്മിന് മാത്രമേ കുറച്ച് ടെററായിട്ട് ഹീറോയിൻ മുറക്കായിരുന്നു. ജിമ്മിന് പറയായിരുന്നു ഇല്ലപ്പാ എനിക്ക് നടന്ന കാര്യം ജിമ്മിന് പറഞ്ഞു. അപ്പോൾ ജിമ്മിന് കണ്ട ഹീറോ ഷോക്കായിരുന്നു. ജിമ്മിന് ഒരു പാട്ട് മുൻജന്മത്തിൽ പാടായിരുന്നു. ആ പാട്ട് പാടായിരുന്നു. അപ്പോൾ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. അപ്പോൾ നീ അതെ ഞാൻ തന്നെയാണ് ജിമ്മിനെ ഹാക്ക് ചെയ്തത്. ഹീറോയ്ക്ക് ഹാപ്പിയായിരുന്നു.